ഹലോ, നമസ്കാരം. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത്? നമ്മളും അതേട്ടാ സുഖമായിട്ടിരിക്കണു. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഉച്ചയൂണും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതേ പതിവ് പോലെ തന്നെ നമ്മൾ കിച്ചണിലേക്ക് വന്ന് ആദ്യം നമുക്ക് കുറച്ച് പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അടയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിതേ ചെറുപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുപയറൊക്കെ ഇട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ നാട്ടിൽ പോവുക. അപ്പോൾ ഒരുപാട് ഇപ്പം നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ അയച്ചു നാട്ടിലോട്ട്. പിന്നെ അതേ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അതുപോലെ സാധനങ്ങളും അവസാനം ഒക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ വാങ്ങിച്ചുള്ള ചെറുപയറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ ഓരോന്നായിട്ട് കഴിക്കണം. അപ്പം ഇന്ന് ചെറുപയറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇപ്പം എന്തായാലും മടയല്ലേ, അപ്പോൾ ചെറുപയറൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് ചെറുപയറും ശർക്കരയും നാളികേരമൊക്കെ വെച്ചിട്ടുള്ള അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ കഴിയും ചെയ്യും. പിന്നെ നമ്മൾ നല്ല സ്വാദിഷ്ടമായ അട തന്നെയാണ് കേട്ടോ ചെറുപയറൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മളിത് പാൻ വെച്ചു. അതിലോട്ട് നമ്മൾ ആദ്യം ശർക്കര നീരൊഴിച്ചു. പിന്നെ കുറച്ച് നാളികേരം ഇട്ടു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇട്ടു കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു ഇച്ചിരി ഉപ്പിട്ടിട്ടാണ് ചെറുപയർ വേവിച്ചെടുത്തുള്ളത് കേട്ടോ. ചെറുപയർ ഇട്ട് എല്ലാം കൂടി കുറച്ച് നേരം ഇളക്കി ഡ്രൈ ആക്കി അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ഇതേ നമ്മൾ ഇനിയിപ്പോൾ അട പരത്തിയെടുക്കുന്ന സമയത്ത് കൊണ്ട് നമ്മുടെ പത്തിരിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ എന്ന് വിചാരിച്ച് അത് നമ്മളിതേ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരിപ്പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ അരിപ്പൊടി നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇട്ടു. പിന്നെ അതിലോട്ട് ഉപ്പിട്ടു. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് പിന്നെ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ അട നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ നമ്മൾ ആവിയിൽ വേവിക്കാനായിട്ട് ഉള്ള നമ്മുടെ ഇഡ്ഡലി പാത്രമൊക്കെ നമ്മൾ നാട്ടിലേക്ക് കൊടുത്തയച്ചു കേട്ടോ. ഇപ്പോൾ ഇവിടെ ആകെ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടികളൊന്നും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നില്ല ചട്ടികൾ. ഇനി അവസാനം നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ലഗേജിൽ ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ ഇടാം, അല്ലെങ്കിൽ അത് ഇവിടെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പത്തിരിച്ചട്ടി ഉള്ളതുകൊണ്ട് പിന്നെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ തലേ ദിവസത്തൊക്കെ അയച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ നൂൽപ്പൊട്ട് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ നൂൽപ്പൊട്ടിൻ്റെ അച്ച് കൊടുത്തയച്ചു. അതുപോലെ തന്നെ ദോശക്കല്ല് ഒക്കെ കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ പിന്നെ വലിയ രക്ഷയില്ല. അപ്പം ഇതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കണായിട്ടും ഇഷ്ടം ചുട്ടെടുക്കണതാണ് കേട്ടോ. അപ്പോൾ ചുട്ടെടുക്കണമാകുമ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ പൊടി കുഴച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഹാർഡായിരിക്കും അട. ഇതാകുമ്പോൾ നല്ല പതുപ്പ അങ്ങനെ എന്താ പറയുക, നല്ല സോഫ്റ്റായിരിക്കും അട കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അട പരത്തിയെടുത്തു. പിന്നെ ഉള്ളിലായിട്ട് ഫില്ലിങ്ങും വെച്ചു. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇതേ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ 2 എണ്ണം ഞാൻ പരത്തിയെടുത്തു. അപ്പോഴേക്കും നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നമ്മൾ അട വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി പരത്തിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറിച്ചും തിരിച്ചു വിട്ട് അതൊന്ന് മൊരിയിച്ചെടുത്തു. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള അടകളും പരത്തി അത് ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചുട്ടെടുത്ത നല്ല ചെറുപയറൊക്കെ വെച്ചിട്ടുള്ള അടയും പിന്നെ നമുക്ക് നല്ലൊരു
ചായ കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് കഴിച്ചു. കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും നല്ലോണം കഴിച്ചു. ഒന്നും ബാക്കി വെച്ചിട്ടില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി അല്ലേ, ചെറുപയറൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ദേ ഉച്ചക്കലത്തേക്കായിട്ട് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പയർ, നമ്മുടെ സാധാരണ ഉണക്കപ്പയർ, അത് വൻപയർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കായ ഉണ്ട്. അപ്പോൾ അതും പയറും കായും കൂടി എലിശ്ശേരി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കുറച്ച് പയർ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നേന്ത്രക്കായാണ് എടുത്തുള്ളത്. അത് കട്ട് ചെയ്ത് നന്നായി കഴുകി അതും ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേ നമ്മൾ വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചിരവിയും കൊടുത്തയച്ചു കൂട്ടാ. അപ്പോൾ ഇതേ നാളികേരമൊക്കെ ഞാൻ കൊത്തിയെടുക്കണം ചെയ്തത്. കൊത്തിയെടുത്തിട്ട് ഇതേ നമ്മൾ ആദ്യം മിക്സിയിലിട്ട് അടിച്ചു. അതിനുശേഷം പിന്നെ അതിലേക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ജീരകം ഇട്ടു. കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇതേ പയറും കായൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുന്നതോട് കൂടി തന്നെ അതിലോട്ട് നാളികേരം നമ്മൾ അരച്ചത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതേ നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ ഇതേ അപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് വെച്ചിട്ടുണ്ട്. താളിക്കാനായിട്ട് ഇതേ ഒരു ചെറിയ പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ നമ്മൾ വറ്റൻമുളകും കറിവേപ്പിലയും ഇട്ട്, അപ്പോൾ തീ ഒന്ന് ഞാൻ ഓഫാക്കിയിട്ടാണ് കേട്ടോ വറ്റൽമുളകും കറിവേപ്പിലയും ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് അതിന് ശേഷം ദേ കുറച്ച് നാളികേരം കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നും കൂടിയും ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു പിടി നാളികേരം ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ എലിശ്ശേരിക്കല്ലേ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് നല്ലോണം അങ്ങോട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ലോണം ഒരു ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാനത് കറിയിലേക്ക് ഒഴിച്ചിട്ട് താളിച്ച് കൊടുക്കാം കേട്ടോ. ഇതേ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി ആ പാനിലോട്ട് കുറച്ച് കറി ഒഴിച്ച് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഒഴിച്ചു കറിയൊക്കെ റെഡിയായി. പിന്നെ ഒരുപാട് കറികളൊന്നും വെക്കണില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ എന്തായാലും കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് കഴിക്കണം. അപ്പോൾ അത് ഒന്ന് കഴിയണ വരെ എല്ലാ സാധനങ്ങളും ഓരോ കറികളായി വെച്ച് അതൊന്ന് കഴിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നാശമാവും. അപ്പോൾ നമ്മൾ ഉള്ള കറികളൊക്കെ വെച്ച് അങ്ങോട്ട് ഒന്ന് സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക കേട്ടോ. കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മീൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കറി ഇത് നമ്മൾ ഒഴിച്ച് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മസാല പുരട്ടി വറക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസത്തിലോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച്, അപ്പോൾ മൊത്തത്തിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴേക്കും മാത്രം കുറച്ചെടുത്ത് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് തക്കാളിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു പുളിക്ക് നല്ലതല്ലേ, എലിശ്ശേരി ആകുമ്പോൾ ഒരു പുളി നല്ലതല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു തക്കാളി ഒരു സവാളയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി ചമ്മന്തി, ഒരു സിമ്പിളായിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 പാൻ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ കൊടുത്തയച്ചു കേട്ടോ. അയക്കുമ്പോൾ അത് അയച്ചു കേട്ടോ. അപ്പോൾ ഈ 2 പാൻ നമ്മൾ പോകുമ്പോൾ വേണമെങ്കിൽ കൊണ്ടുപോകാമെന്നുള്ളതിൽ അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ലഗേജിലിടാലാന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഞാൻ ചെറിയ പാനിലോട്ട് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നമ്മൾ സവാളയും തക്കാളിയും കട്ട് ചെയ്തതിന് തന്നെ സവാള കുറച്ചെടുത്ത് അതിലേക്കിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിനായിട്ട് വേറെ ഉള്ളിയൊന്നും അരിയണ്ടെന്ന് വിചാരിച്ച് ഞാൻ സവാള കട്ട് ചെയ്ത് തന്നെയാണ് ഇട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള തക്കാളിയും സവാളയും ഇതിലേക്ക് ഇട്ടിട്ട്
ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വലിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തിയും റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതേ തക്കാളിയൊക്കെ ഇട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിലാക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വാടി വരും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീനും റെഡിയായ. അപ്പോൾ മീനും പിന്നെ നമ്മുടെ എലിശ്ശേരിയും തക്കാളി ചമ്മന്തിയും എല്ലാം കൂടി നമുക്ക് ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതേ ഒന്നും കൂടി ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തു. വീണ്ടും ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ശരിക്കും നല്ല എന്താ പറയുക, തീരെ ഉടയാത്തൊരു തരം തക്കാളി. അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് ആദ്യം ഇളക്കി വീണ്ടും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും ഒന്നും കൂടി മൂടി തുറന്നു. അപ്പോൾ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓഫാക്കി എന്നിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഒരു ബൗളിലോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് കറികളൊക്കെ റെഡി ആയിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒരു വീഡിയോ കൂടിയാണ് ചിലപ്പോൾ ഇടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ പോയിട്ടുള്ള വീഡിയോസ് ആവും കേട്ടോ. അപ്പോൾ ഇനി കാണും വരെ ബൈ.